കേക്കണതേ അയ്യോ കറക്റ്റ് ഷൂട്ട് ചെയ്യണ്ടോ ഓക്കെ. അത് ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സഹോദരന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെരുമഴ എന്ന് പറഞ്ഞാൽ ഇന്ന് പെരുമഴ പറഞ്ഞാൽ പൊടുത്തം വിട്ട മഴ. ഇത് വണ്ടികളെ കൊണ്ട് ആകെ ആറാട്ടാണ് ഇവിടെ. അപ്പം നമ്മൾ കൂടെ ആരല്ലേ ഹൈദരാബാദിൽ നിന്ന് നമുക്ക് ഹൈദരാബാദിൽ നിന്ന് ഒരു ഫ്രീക്ക് വന്നിക്കണത്. തുണിയൊക്കെ എടുത്താണ് ഇറങ്ങണത്. പെരുമഴ ഹൈദരാബാദിൽ നിന്ന് നമുക്കൊരു ഫ്രീക്ക് സാധനം വന്നിക്കണേ. ബസ് വന്നാ ഇവിടെ വന്നു ബാസിന് മടിയാക്കണേ. വാ എൻ്റെ കച്ചിരി മൈക്കാന്ന് കളിച്ച് പറയണ കയ്യിൽ കേൾക്കും. സുഹൃത്തുക്കളെ, ഇന്നലെ അർജന്റീന ജയിച്ചിട്ട് നിങ്ങളോട് പറയാം, വേൾഡ് കപ്പ് ഇന്നലെ എടാ റോട്ടുമത്തെ വെള്ളമൊക്കെ പോയോ ഇല്ലല്ലേ. അപ്പോൾ ബ്രാച്ചുക്കൽ ഫാൻസ് എല്ലാവരും കടന്നുറങ്ങിയാണ്ട് നീച്ചൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അർജന്റീന ഫാൻസ് നമ്മൾ സംതൃപ്തരാണ് അല്ലേ ബാസിയ? വായിക്കവാ ഇല്ലല്ലോ. പിന്നെന്താ പറയുക സുഹൃത്തുക്കളെ, സൗണ്ട് പോയിക്കണേ. ഇന്നലെ എന്താ പറയുക, ഇന്നലെ നമ്മളൊരു സിനിമ തന്നെ കണ്ടു. ഒരു സിനിമ പോലെ അത് നമ്മൾ കണ്ടു. പെങ്ങളൊക്കെ ചിരിച്ചോട്ടെ, പെങ്ങളോട് പോകാൻ പറയും. ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്യും. ഓന്റെ ധൈര്യം കിട്ടണം, ഓരോ തൊലിക്കട്ടി എവിടെ കിട്ടാ നമുക്ക് കേസ്. ഇജിയുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് വാ. ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്കില്ല. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ വീടിൻ്റെ മുൻവശത്തുള്ള തോട്. ഈ തോട് ഫുള്ള് നിറഞ്ഞൊലിച്ച് ഫുൾ സീനായി. നമ്മൾ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചാണ്ട് നിന്നപ്പോണ്ടല്ലോ, ആ റോട്ട് കൂടെ ഫുള്ള് വെള്ളേനി കേട്ടോ. ഇപ്പോൾ മായ ചോർന്നപ്പോത്തിന് വെള്ളമൊക്കെ ഒലിച്ച് പോയി. സുഹൃത്തുക്കളെ, എന്തപ്പോൾ കാട്ടുക. നമ്മളിപ്പോൾ നല്ലൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു സാധനം ഇങ്ങനെ തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് തന്നെ ചെയ്യണം കരുതിയാണ്. ഇതുവാ കടിയാ ചായക്കടി കൊണ്ട് പോകുന്നത്. നല്ല തണുപ്പല്ലേ, അപ്പോൾ എല്ലാവരും ചായക്കടിയും നമുക്കും ചായ കുടിക്കാൻ പറ്റും. വാസിയെ എനിക്ക് വീട്ടിൽ പോകണം. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചായ കുടിക്കണം. അത് നിർബന്ധമാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ചായ. അപ്പം നമ്മൾ പറഞ്ഞു വന്നതാണ് സുഹൃത്തുക്കളെ. പണ്ടെന്താ അറിയോ, അങ്ങോട്ട് നോക്കി, അത് കുഴപ്പമില്ല, ആരും കാണൂല. നമ്മള് സംഭവം ഞാൻ ബ്ലോഗിലൊന്നും ഇത് പറയാത്തതാണ്. നമ്മൾ പണ്ട് ഈ ഒരു സമയത്ത്, അതായത് മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും, പൊത്തി പിടിച്ചല്ലേ പൊട്ട. ഇതാണ് ഈ സാധനം കണ്ടോ, പുതിയ മൈക്കാണ് സുഹൃത്തുക്കളെ. നമ്മളെ ഒരു ഹോളി ലാൻഡിൻ്റെ മൈക്ക് വാങ്ങിന് കേട്ടോ. അത് മോസ്കോന്ന് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് പോയതാ. അവിടുന്ന് പോരുന്ന മൈക്ക് മിസ്സായി സുഹൃത്തുക്കളെ. 2 ആഴ്ച ആയിട്ടുള്ളൂ ഇനി അത് പോയി. അപ്പം നമ്മൾ ഹോളി ലാൻഡിനെ വേറൊരു സാധനം വാങ്ങിക്കണം. നമ്മൾ മാങ്ങനെ അങ്ങോട്ട് മെച്ചന്നെ അല്ലേ. അഞ്ച് പറയും ബാസി പറയും. എനിക്ക് ബ്ലോഗിലൊന്നും വലിയ പരിചയമല്ല. നമ്മൾ പഴയ ഈ ഒരു സമയത്ത് നമ്മൾ സ്കൂളിൽ തന്നാല് ഇവിടെ നമ്മളെ ഗ്രൗണ്ട് കാണിച്ചു കൊടുത്താൽ ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സ്കൂളിൽ വന്നാൽ ഫസ്റ്റ് വരെ എന്താ ബാഗ് അടച്ച് നേരെ വന്നിട്ട് ഒരു കളി, നേരെ വന്നിട്ട് ഈ തോട്ടിൽ ചാടിയിട്ട് ഒരു കുളി. അതാണ് നമ്മൾ അന്നത്തെ ലൈഫ്. പിന്നെ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ തന്നെ ഇറങ്ങും മീൻ പിടിച്ചാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ തെമ്മീമിനെ കൂട്ടും. അതുപോലെ തന്നെ നമ്മൾ വ്ളോഗ് ഷൂട്ട് ചെയ്യണ ശരിയുണ്ടാവും. നമുക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന ആളെ കാണിച്ചു തരാം. അവൻ വന്നു ഗേസ്, ഇവനാണത് ഷൂട്ട് ചെയ്യണ ആള്. ഇനി മതി ആ വരുന്നേ ചെമ്പ്രാട്ടി യാസിക്ക ഇന്റർസെപ്റ്റർ യാസി ആ പോയി അവിടെ കൊണ്ടേ നിർത്തി. എന്നാ നീ പിടിച്ച്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്തായാലും ഒക്കെ മൊബൈൽ ഫോണിൽ ഒതുങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ വെച്ചാൽ ഒരു മനുഷ്യക്കുട്ടിനെ കിട്ടൂല, ഇപ്പോൾ ഒരാളെയും കിട്ടൂല. വൈകുന്നേരമായി പണ്ടൊക്കെ ഈ സമയത്ത് നമ്മളെ ഒരു പ്രൈം ടൈം ഉണ്ടായിരുന്നു ബാസിയ, ഒരു 10ാം ക്ലാസ് ആ ഒരു സമയമൊക്കെ. ആ സമയമൊക്കെ ഇറങ്ങുമ്പോൾ ചൂണ്ടൽ ഇവിടെയൊക്കെ കളക്കൂട്ടോ. ഇവിടെയൊക്കെ കളച്ചങ്ങാണ്ട് നല്ല ഇതിടും, പുയറിനെ കിട്ടും. എന്നിട്ട് പുയറിനെ കിട്ടിയിട്ട് എത്ര മാനം പേരലിനെ പിടിച്ചാരോ, വെറുതെ തിന്നൊന്നുമില്ല, വെറുതെ. എന്നിട്ട് ലാസ്റ്റ് വെറുതെ കൊടുക്കും. മൈരിവാകുമ്പോൾ തൊട്ടുക്കന്നെ ഇടുക, അപ്പോൾ അതിന് ചത്തക്കും. എന്നിട്ട് ഓലെ മീൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, മീൻ്റെ ഫ്രണ്ട്സാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഓലെ മറമാടുക. ഇപ്പത്തെ കുട്ടികൾക്ക് അതൊക്കെ ഉണ്ടോ? ഒച്ച പോയിക്കണ വാസിയ പൗതി ഒച്ചല്ലേ ഇജ്ജ് വന്ന
ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിലൂടെ അങ്ങനെ നടന്നു പോവാണ് സുഹൃത്തുക്കളെ. എനിക്ക് വെള്ളം അലർജി ഒന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ വെച്ചാലേ നമ്മൾ വ്ളോഗ് എടുക്കാൻ കരുതിയ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ ഇത്ര ഇവിടുന്ന് മുതൽ അത്രയും ഇതിൽ വെള്ളം ഇനി ഫുൾ വെള്ളം ഓടാ ഒക്കെ തോട്ടുകൾ ഒളിച്ചു പോയി. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ കൂടെ ഒക്കെ പോയിനി. പിന്നെ നമ്മളെ കുഞ്ഞാങ്കാക്ക ഇവിടെ അടച്ചു. പിന്നെ ഇപ്പം ഇതേമാതിരി വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഞാനിങ്ങനെ വെള്ളത്തിലൊന്നും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ചിരിച്ചണേ ഞാൻ കൂട്ടില്ല. ചിരിച്ചണേ വ്ളോഗ് കൂട്ടില്ല. വാ ഇക്ക വാ ഇവിടെ മതി ഫോൺ എനിക്കില്ലടോ. സുഹൃത്തുക്കളെ നമ്മൾ വെള്ളത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കാണ്. തോട്ട് കറങ്ങൂല. ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊന്ന് കാല് തെറ്റിയാൽ ഇതിൽ കൂടെ അങ്ങനെ നടന്നാൽ ഒന്ന് കാല് തെറ്റിയാൽ തോട്ട് കുമ്പും. ഇവിടുന്ന് ഞാൻ കാല് തെറ്റിയാ തോട്ട് കുമ്പും. ഐ അന്തകമ്മിയായി സരസ ബൾക്കി വീണു സുഹൃത്തുക്കളെ. അപ്പം അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഒന്ന് ബൗക്കി വീണോ ഞാൻ കാണിച്ചു തന്നാട്ടോ. ഞാൻ കൽപ്പിച്ചൂട്ടി പോയത് തന്നെ. ഞാൻ ഇതാകാൻ പോയതൊന്നുമല്ല. ഞാൻ കൽപ്പിച്ചൂട്ടി പോയതാ കാണാൻ വേണ്ടിയാണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്കൊന്ന് കാണാൻ വേണ്ടിയാണ്ട് കേട്ടോ. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇനി നമുക്ക് നടന്ന് നമ്മളെ ഗ്രൗണ്ടിൻ്റെ അവിടേക്കൊന്ന് പോയോക്കാം. പഴയ ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം സുഹൃത്തുക്കൾക്ക്. യാസിക്ക വരി, ഉസ്താദ് വരി, ഉസ്താദിനൊന്ന് ഫോക്കസ് ചെയ്താ. ഉസ്താദ് വരി, നിങ്ങൾ വരി. നിങ്ങളില്ല നിങ്ങൾ തല്ലണ ഉസ്താദ് തല്ല. ഒരു പോഷനും കട്ടിയൂല ഇങ്ങനെ ഇടും. പിന്നെന്താ വെച്ചാലേ പണ്ടത്തെ മാതിരി ഒന്നല്ല. ഇപ്പം ആകെ ചൊറിയുണ്ട്, ആകെ പണിയായി. ഇതൊക്കെ ഹൈ ആ സാറല്ലേ കുഴപ്പമില്ല. വാ ഏതായാലും കുളിച്ചല്ലേ അല്ലേ. അന്തി നീല പൊന്മയിൽ അല്ല ഇപ്പം കളിക്കണ പാട്ട്. ഞാൻ ഒന്നു നിൽക്കണ എന്നാണ് രാവാണേ ഇങ്ങോട്ട് വന്ന ഞാൻ കൂട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ ഞാൻ വ്ളോഗ് കൂട്ടില്ല. അത് പ്രശ്നമില്ല. ആസിയ പെണ്ണത് കിട്ടും. ഇത് പേടിച്ചോണേ ഇച്ചില്ലല്ല ടെൻഷൻ. ഞാൻ അങ്ങനെയൊക്കെ പറയട്ടോ പറ്റുകയാണെങ്കിൽ മതി. സുഹൃത്തുക്കളെ മൈക്ക് പോയിടാ. ഓളിലാൻഡിന്റെ മൈക്കതൊക്കെ പറഞ്ഞതാണ്. ഓളിലാൻഡിന്റെ മൈക്ക് പോയി ചാടി. ഞാൻ ഓവർ കോൺഫിഡൻസ് ആണതേ. ഇന്നലെ കണ്ടില്ലേ ഓവർ കോൺഫിഡൻസ്. നമുക്ക് പ്രശ്നമല്ല ഞങ്ങൾ ജയിക്കും, കപ്പടിക്കും. നമുക്ക് അങ്ങനെ പ്രശ്നമില്ല, വിഷയമില്ല. പക്ഷെ എന്താ പറയുക, ഇഞ്ച പ്രേക്ഷകർക്ക് ഇഞ്ഞ മാത്രം പോരട്ടോ. ഇഞ്ച ബലൊക്കെ വേണം, ഫ്രണ്ട്സിനൊക്കെ വേണം. എടാ അത് കോപ്പിറൈറ്റ് വാട വാസ്തേ ഞാൻ കൂട്ടൂല കേട്ടോ. ഇജ് നമ്മൾ ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കാൻ പോവാണേ. അങ്ങനെ പോകേണ്ടി വരും. അതിനിപ്പോൾ എന്താ കുറേ വീഡിയോ ലെങ്ത് ആവില്ലേ. ഇങ്ങോട്ട് വരി സുഹൃത്തുക്കളെ. ഞാൻ എന്താ അറിയോ ഇവനക്കൊന്നും അതിൻ്റെ നേക്കില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ വീഡിയോ കുറേ ലെങ്ത്തൊക്കെ വരും. അപ്പം നമുക്ക് അല്ലാകണം മലയാളി വേറെ വണ്ടി കൊണ്ട് വരുന്നത്. ഇൻ്റർസെപ്റ്റർ മാറ്റി അങ്ങോട്ട് ഇൻ്റർസെപ്റ്റർ മാറ്റിയാണ്ട് ഈ ശരിയാ ഈ കേട്ടത് ശരിയാ. അത് പട്ടക്കം പൊട്ടിച്ച് പോണേ മൂലരാണത്. ആ പേര നമുക്കൊന്നും കാട്ടിക്കാം. ഞാനൊക്കെ മോസ്കോക്ക് പോകുന്ന സമയത്തേ ഈ പേര അങ്ങനെയൊക്കെ ഇനി മോസ്കോക്കല്ല. ഇപ്പൊ എന്താ അറിയോ ഇപ്പൊ നല്ല നേക്കടാ എല്ലാരും. മാഷാല്ലാ ഇപ്പൊ ഒക്കെ എല്ലാരും. ഇവൻ ഹൈദരാബാദിക്ക് വരണമെന്ന് പറയുന്നുണ്ട്. ഹൈദരാബാദ് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ മാസം വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മൂവ് ആയാലും നമ്മൾ നേരെ ഹൈദരാബാദ് പോകണം ബാസിന്റെ അടുത്തേക്ക്. ഹൈദരാബാദ് കളി കഴിഞ്ഞ ഞാനിതൊന്ന് ആലോചിക്കുന്നുണ്ട്. ഒഫീഷ്യലാണ് വെച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ ബാസേ ഇജി ക്യാമറന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചിലക്കല്ലേ ഇങ്ങോട്ട് വാ. ആ സുഹൃത്തുക്കൾക്ക് തന്നെ കാണണ്ടേ. സുഹൃത്തുക്കൾ കണ്ടാലേ നാളെ ഞാൻ ഒരു പ്രശ്നമില്ല. അടഞ്ചൊന്നും ആരും കാണൂല. ആകെ 10-30 ആൾക്കാർ കാണുന്നല്ലാതെ. മില്യനോ ഞാൻ ഇത് യൂട്യൂബാണ് പൊട്ട, ഇൻസ്റ്റാഗ്രാം ഒന്നല്ല. യൂട്യൂബ് ആണെങ്കിൽ ആ എന്താ പറഞ്ഞ കുട്ടിയടെ ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ ഗ്രൗണ്ട്. ഞാനേ ഒരു വ്ളോഗായി മാറുന്നടേ ഇങ്ങനെയൊക്കെ കോണയില്. ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ ഗ്രൗണ്ട്. പണ്ട് ഇത് നമ്മളെ ഗ്രൗണ്ട് ഇനി കേട്ടോ. നമ്മളൊക്കെ പന്ത് തട്ടി പഠിച്ച ഗ്രൗണ്ട് ഇതാ. കാരണം എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഫുള്ള് കവുങ്ങല്ലേ കാണണേ. അവിടെയൊക്കെ ഫുള്ള് കവുങ്ങേന് സംഭവം. ഇത് കാണുമ്പോൾ എത്തപ്പം എൻ്റെ കവുങ്ങ് അങ്ങനെയൊക്കെ തോന്നും നിങ്ങൾക്ക്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമുക്കിതൊരു
ഒരു ഇതാണത്. അതെ, ഒരു പ്ലെയറും കട്ടിയാണ്. നമ്മളൊക്കെ ഒരു ഡ്രിബിളിങ് പഠിച്ച ഇവിടെ. ഞാനൊക്കെ ഭയങ്കര കളിക്കാരനേനി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് നോക്കിയാൽ മതി, മറ്റേ ഹൈലൈറ്റ്സ് നോക്കിയാൽ മതി, എത്ര കപ്പ് അടിച്ചു കൂട്ടിയേ. പിന്നെ നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഇതായതാ ചിരിച്ചിട് സിബിലെ എൻ്റെ അമ്മ ചിരിച്ചുണ്ട്. ജിഞ്ച വ്ളോഗ് കാണില്ലേ, എൻ്റെ അമ്മ ചിരിച്ച് പോണേക്കണേ വണ്ടികൾ ചിരിച്ച് വണ്ടികൾ. അപ്പം നമ്മൾ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മളെ മറ്റേ മൂസാക്കാൻ്റെ മകളെ മരുവോളതിന് വരല്, മൂസാക്കാൻ്റെ മരുവോളം വരും. എന്നിട്ട് ഞങ്ങൾ മണ്ടും. എന്നിട്ട് മൂപ്പത്തി വെട്ടത്തിയോണ്ട് പോസ്റ്റൊക്കെ വെട്ടിച്ചിടാ. അതൊക്കെ ഒരു കാലം. എന്നിട്ട് അതാണ്, അതുകൊണ്ട് നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ കൊച്ചു കേരളം നമ്മളെ മോസ്കോ ഒക്കെ വലുതാവത്തെ. നമ്മളീ കേരളത്തിൽ ഈ ഫുട്ബോൾ പറഞ്ഞ സാധനം നമുക്ക് വളരാത്തതിനുള്ള ഒരേ ഒരു റീസൺ എന്താ പറയുക, ഒരു ഓൺ ഗ്രൗണ്ട് ഇല്ല. അത് വളരെ സങ്കടകരമാണ്. പിന്നെ മെയിനായിട്ട് ഒരു ഫാമിലി സപ്പോർട്ട് വേണം. ഒരു ഫാമിലി സപ്പോർട്ട് ശരിക്കും ഇപ്പൊ ഈ നാട്ടിലത്തെ ആൾക്കാർ കൂടി ടർഫ് ഉണ്ടായിക്കൂടെ. അതെ, നമുക്കൊന്നും ഇതറിയോ സുഹൃത്തുക്കളെ, നമുക്കൊന്നും ഇല്ലാതെ പോയ ഒരു സാധനം അതാണ്. നമ്മളത്ര വലിയ കളിക്കാരൻ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു സപ്പോർട്ട്, നല്ലൊരു ക്യാമ്പ്, ആ ഒരു സാധനമൊക്കെ കിട്ടിക്കണമെങ്കിൽ ഇപ്പോൾ അള്ളാൻ്റെ തോഫിക്കൊണ്ട് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചുരുങ്ങിയതൊരു കോളേജിൽ ഇൻ്റർ സോണെങ്കിലും കളിച്ചിനി ഞാനൊക്കെ കാര്യത്തിൽ. എനിക്ക് നല്ല കളിയാടാ അല്ലേ ബാസിയെ, എനിക്കറിയില്ലേ ക്യാമറ മുന്നിൽ ബാസിയെ ഫാൻസിനെ മൈക്ക് തന്നെ വെറുതെ അല്ലേ കേട്ടോ. അപ്പൊ ഇതാണ് കുട്ടി ഉറങ്ങാ. ഇതാണ് നമ്മളെ സിബിലിന്റെ വീട് സുഹൃത്തുക്കളെ. സിബിലിന്റെ അമ്മ വണ്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സിബിലിന്റെ വീടാണ്. ചെക്കപ്പ നാട്ടിലില്ല. അപ്പോൾ ചെക്കൻ വരുന്നുണ്ട്. ചെക്കൻ വന്ന പരിപാടി കളി മാറും, ലെവൽ മാറും ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഇഞ്ച ഗൈസുകൾക്ക് ബോറടിക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ബോറടി മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞങ്ങൾ പോയിട്ടോ തോടൊക്കെ കണ്ടു. ഇത് മതി, ഇത് വെറുതെ വ്ളോഗ്. അപ്പോൾ സുഹൃത്തുക്കളെ ഇനി എന്താ വെച്ചാൽ സുഹൃത്തുക്കളെ ബോറടിച്ചിട്ടോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്താ ചെയ്യുക വെച്ചാൽ ഇൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇങ്ങോട്ട് 995 സബ്സ്ക്രൈബ്സ് ആയിക്കണം. 5 സബ്സ്ക്രൈബ്സും കൂടെ ആയ സുഹൃത്തുക്കളെ 1K നമുക്കൊരു നല്ലൊരു ഗീവ് അവേ കൊടുത്താലോ. ഇതൊക്കെ ഇതെന്താ അറിയോ, ഇതിപ്പോ ഒരു 1 മില്യൺ അടിച്ചുമ്പോ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും. ജിബനൊന്ന് കാണിച്ചു കൊടുത്താ. അപ്പൊ ഓലോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, എന്താ സുഹൃത്തുക്കളെ എവരി ഡോഗാസഡേ എല്ലാവർക്കും ഒരു ദിവസം. പക്ഷെ ഞാൻ ഡോഗൊന്നല്ല കേട്ടോ. അല്ല അതെ, ഞാൻ കത്തും, നമ്മൾ കത്തും. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിലേ ഇതേപോലത്തെ കുറെ ബ്ലോഗർമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓലൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഹൈദരാബാദിലുള്ള കുറെ ടീം ഉണ്ട്. അപ്പോൾ ഈ ഹൈദരാബാദിലെ ടീംസൊക്കെ ഇപ്പോൾ ആദ്യം വ്ളോഗ് എടുക്കാൻ വരുമ്പോൾ അവർക്ക് അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് ട്രൈപോഡ് വാങ്ങിയാലോ? പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ലിങ്കും കൊടുക്കും. അതെ, ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴേ നമ്മളെ പ്രേക്ഷകർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ജിംബലനോ വാങ്ങാം. സ്കെച്ച് ഇല്ല. സമയം എത്രയായി ബസ് ജയില് നോക്കല്ലോ കേട്ടോ. അപ്പൊ സമയം പോകും. അപ്പൊ നമ്മളെന്താ പറഞ്ഞേ, ചെറിയ വ്ളോഗർമാരൊക്കെ ഉണ്ടായി വന്നത് എങ്ങനെയാണ്. ഇപ്പൊ 995 5 സബ്സ്ക്രിപ്ഷനും വേണ്ടിയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. അതെ, അത് നാളെ 1 മില്യണും വേണ്ടി നിങ്ങള് അതെ നിങ്ങൾ കാതോർത്ത് ഇനിയിപ്പോ ഞാൻ വലിയ ആളാവൂലേ കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ വലിയ ആളാവുമ്പോ ഈ ബാസിന്റെ ഈ ഒരു സാധനം ഇങ്ങനെ വരും റീൽ കൂടെ. അന്ന് ഞാൻ തൂങ്ങും. ഷുവർ ഞാൻ ആരാണോ വരുന്നത്? മാഷാ അല്ലാ. അല്ലല്ലേ ഉജ്ജ് പോയിക്കോ, വെല്ലെ പോയിക്കോ, ഞാൻ വരാം. ഇല്ലാതെ യാസിക്കാണ് സുഹൃത്ത്. യാസിക്ക കുറച്ച് സീനാണ്. യാസിക്കൊക്കെ ഇങ്ങനെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഇങ്ങനെ ആണ് ഇഷ്ടമല്ല. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇന്ന് മായായിട്ടേ ഓർക്കും ഇറങ്ങാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ. ഇന്ന് എന്തായാലും നമ്മളെ ഹൈദരാബാദ് വ്ളോഗ് പൊട്ടിച്ചു വരും. ഹൈദരാബാദ് വ്ളോഗ് പിന്നെ നമ്മളെ ഇപ്പം നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അറിയാത്ത പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ തെമീം സെയിൻ സെർച്ച് ചെയ്താൽ തന്നെ വരും, മേലെ തന്നെ വരും. അപ്പോൾ തെമീം സെയിൻ്റെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക. അതേപോലെ ബാക്കൊക്കെ നടക്കണം, മൈക്ക് അടിയിട്ടില്ലല്ലോ ഇല്ല. അതേപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും നിജോക്കൂ അത് കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും എന്ത് ചെയ്യാം, ഫോളോ ചെയ്യുക. നമുക്ക് ഇങ്ങോട്ട് അപ്പോൾ കാർ ഇതിലേ പോകണ്ടേ. അപ്പോൾ നമ്മളെ
നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തെമീം സൈൻ എന്ന് സെർച്ച് ചെയ്താൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്താണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് തുടങ്ങി. പക്ഷേ വ്ളോഗിങ് ഒന്നും അറിയില്ല. പക്ഷേ ഇതൊന്നും അറിയില്ല. ഞാൻ ഒന്ന് പഠിച്ചു വന്നിട്ടുണ്ടല്ലോ, റെഡിയാവും. നമുക്ക് റെഡിയാക്കാം. എന്താ വെച്ചാൽ ചെക്കന്മാരൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ. ചെക്കന്മാരൊക്കെ ഓരോരോ വൈക്കാണ്. പിന്നെ നമുക്ക് ഫുൾ റെഡിയാക്കാം. വ്ളോഗാണേ. ചെക്കന്മാരൊന്നുമില്ല. ചെക്കന്മാരൊക്കെ വരും ഇൻഷാ അല്ലാ. ഓരോരോ വൈക്കാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഓരോ വൈക്ക് തന്നെയല്ലേ. ഞാൻ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് ലീവിന് വന്നാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് പരിപാടികളായിട്ട് ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ കുറെ ഫോളോവേഴ്സ് ചോദിച്ചൊരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ ചോദിച്ച കാര്യമുണ്ട്, റഷ്യയിൽ എങ്ങനെ നമുക്ക് അഡ്മിഷൻ എടുക്കാം, അവിടെ റഷ്യത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് അതൊക്കെ ചോദിക്കുന്നുണ്ട്. കുറെ ആളുകൾ ലൈവിലൊക്കെ കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒരു വ്ളോഗ് സുഹൃത്തുക്കളെ അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നല്ലൊരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു കാര്യങ്ങൾ തന്നെ പറയും. പിന്നെ കൂടുതൽ മോർ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്കൗട്ട് ചെയ്താൽ അതിൽ റീൽസ് ഉണ്ടാവും. അതിൽ റീൽസിൽ എന്ത് ചെയ്യുക, നമ്മളെ നമ്പർ കൊടുത്തിരിക്കണ്, അതിൽ മെസ്സേജ് കളി. പിന്നെ സുഹൃത്തുക്കളെ എന്താണ് ഇപ്പോൾ ആട് ഇന്ന് സ്കൂളുണ്ടേനോ? അയ്യവാ ചെറുക്കന്മാർ സ്കൂളുണ്ടേനി. ഇന്ന് ഫുള്ള് മഴയായിട്ടേ ആകെ. അപ്പോൾ നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാ അല്ലാ. നമുക്ക് കാണാം. നിസ്കരിച്ചിട്ട് ക്രിസിയമ്മോളെ വിളിച്ചോ പോയിക്കാം. എന്താ മരുവാൻ കൊടുക്കാനേക്കാണ്. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനൊരു വെള്ളം വന്നപ്പോൾ നമ്മളൊരു വ്ളോഗ് ചെയ്യാന്നുള്ളത്. പക്ഷേ മെയിൻ സാധനം കിട്ടിയിട്ടില്ല. മെയിൻ സാധനം നമുക്ക് വെള്ളം, ഫുൾ വെള്ളത്തിൽ അതിന് പരിപാടി ലഭിച്ചോ. സ്കൂളിൽ വന്നപ്പോൾ അവിടെ ഫുൾ വെള്ളമല്ലേനോ. നമ്മൾ ഇന്നോ നാളൊക്കെ ആയിട്ട് രാത്രി നമ്മൾ ഒരു പാട്ടിന്റെ ലൈവ് ഉണ്ട്. പാട്ടിന്റെ ലൈവ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. യൂട്യൂബിലല്ല, യൂട്യൂബിൽ വിച്ച് വ്യൂസ് ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാട്ട് ലൈവ് വരുന്നുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ പറയുന്ന പാട്ട്, നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പാട്ട് പക്ഷേ ഒച്ചിലെ ഒച്ച ഇന്നലെ അർജന്റീന കൊണ്ടുപോയി. മിച്ചോ ചാടിച്ചോ? എന്തൊക്കെ കടി എന്താ? അപ്പോ ഈ നേരത്തോ അസർക്ക് അപ്പേനി അസർക്കത്തെ ചായന്റെ കടി ചോദിച്ചത്. എന്നാ അങ്ങനെ പറയും മുത്തേ. ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രത്യേക രീതിയാണ്. രാവിലത്തെ അപ്പം നമ്മള് ചുട്ടാല് ചെറുക്കാണ്, എളാപ്പാന്റെ കുട്ടിയാണ്. രാവിലെ നമ്മള് ചുട്ടപ്പം ബാക്കി ഉണ്ട് തൊയ്യബ് ഫിസു. ചെറുക്കൻ ഇവിടെ ലൈനിലില്ല. ചെറുക്കൻ ഇവിടെ ലൈനിലുണ്ടെങ്കിലേ ഈ കാണുന്ന ഇതൊക്കെ അടിച്ചു നിരത്തിയേക്കും ആകെ. ചെറുക്കൻ വരട്ടെ. ചെറുക്കൻ വന്നിട്ട് കുറെ സാധനങ്ങൾ. പിന്നെ നമ്മൾ ഇന്നാൾ മോസ്കോന്ന് വന്ന പാടെ തന്നെ നമ്മൾ വ്ളോഗ് കിട്ടീനി. അന്ന് നമ്മളടുത്ത് മൈക്കണ്ടേനി. പിന്നെ മൈക്കല്ലേനി. ഇപ്പോൾ ഇത് ഓർഡർ ചെയ്താണ്ട് പുതിയ ഇന്നലെ കിട്ടിയത്. ഇന്നല്ലേ മിഞ്ഞാന്ന് കിട്ടിയത്. അപ്പം ഇനി മുതൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചെയ്യും സുഹൃത്തുക്കളെ. നിങ്ങളെന്താ പറയുക, നിങ്ങൾ ഈ സാധനം കണ്ടിട്ട് എന്നെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് കണ്ടന്റുകൾ വരും. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഈ കണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കണേ. ഇവിടെ ക്യാമറയുടെ മുന്നിൽ വരൂല, ഓനെ എയറിലാവും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നല്ല. നമ്മൾ സാധനങ്ങൾ വരും, നമ്മളെ മച്ചന്മാർ വരും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഓണാവും, പരിപാടികൾ വരും. ഇഞ്ചിപ്പോൾ 4-5 ആളുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റ് നൈസാക്കും അല്ലേ. എന്താണ് എൻ്റെ അഭിപ്രായം? വ്ളോഗ് ഇതിൻ്റെ വ്ളോഗ് കാണലുണ്ടോ? നമ്മൾ നാളെ ചെയ്ത വ്ളോഗ് കണ്ടോ? എങ്ങനെയുണ്ട് ഇനി പറയാം, മൈക്കിൽ പറയാം. സൂപ്പർ അല്ലേ? സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തിക്കണോ? കോലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അമ്മച്ചിൻ്റെ ഫോണിൽ പോയി കണ്ടേ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു സാധനം വാങ്ങി തരണ്ടേ? നമ്മളെന്താ പറയുക, ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താ പറയുക, നമ്മുടെ കുടുംബക്കാരനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ നാളിപ്പോ ആരോ റീലാണ് കേട്ടോ. റീല് പറയണ്ടേ, നമ്മളെ ചെങ്ങായിമാരും നമ്മളെ കുടുംബക്കാരും നമ്മൾക്ക് എന്തില്ല ലൈക്കും തരില്ല, കമന്റ് ഇടൂല. പക്ഷെ നമ്മളറിയാത്ത നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ഫാൻസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എന്തുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും ഒന്നും സപ്പോർട്ട് ചെയ്യാതെ? കണ്ടെത്തിയൊരു കാരണം പറയൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് അതിന്റെ പേരിൽ ഒരു പരാതിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇന്നെ സപ്പോർട്ട് എന്റെ ഫാമിലി അതെനിക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ താങ്കളുടെ ആ ഒരു മനസ്സിൻ്റെതാണ്, എനിക്ക് മനസ്സിലാവും. എനിക്ക് അതല്ല അറിയേണ്ടത്. പക്ഷെ എൻ്റെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാക്കെ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഫാമിലി കൂടെ അല്ലല്ലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വിടണേ. നമുക്കല്ലാത്തന്നെ പ്രേക്ഷകരില്ലേ, നമുക്ക് കാണുന്നവർ കാണാം. നമ്മളെ മെയിൻ സംഭവം കുറേ നേരം ഇപ്പോൾ അതിൻ്റെ പേ ആയിരുന്നു നിൽക്കുന്നത്. ഇത് കണ്ടന്റ് കജ്ജില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ 24 മണിക്കൂറും വ്ളോഗ് ആക്കാരം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇടുക, കാണുന്നവർ കണ്ടോട്ടെ. നമുക്ക് ഇങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ എന്താ പറയുക, അതിന് വെയ്ക്കും. പക്ഷെ അങ്ങനെയല്ല, കണ്ടന്റ് ഇല്ലടാ കാര്യമായിട്ട്. പിന്നെ എങ്ങനെ ഫസ്റ്റ് അല്ലേ നമ്മൾ വ്ളോഗിങ് നാളെ മുതലേ വർത്താൻ പറയില്ല. ഇങ്ങോട്ട് വാവ് അല്ല ഒച്ചില്ല. ഒച്ചൊന്നും ഇങ്ങനെ നല്ല സുഹൃത്തുക്കളെ. ശരിക്ക് ആദ്യമായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് ഇങ്ങനെ നല്ല മക്കളെ. ഇന്നലെ അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരം നമ്മളെല്ലാവരും കണ്ടതാണ്. 79 മിനിറ്റ് വരെ ഇന്നലെ
എന്താ പറയുക, ഞാൻ ടിക്കറ്റൊക്കെ പോയിരുതി. ഞാൻ സംഭവം മോസ്കോന്ന് വേൾഡ് കപ്പ് ആയിട്ട് വന്നതാണ്. ഞാൻ ടിക്കറ്റും കോയി പോയിരുതി. ആകെ പൂമ്പി ലാസ്റ്റ് ഉണ്ട്. മാഷാല്ലാ പടച്ച റബ്ബ് നമ്മളെ രാജാവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ട് വെച്ചാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ടോ, തെന്നി പോകണ്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ക്ഷമിക്കട്ടോ. നിങ്ങൾ കണ്ടിരിക്കുക എന്തായാലും. നിങ്ങൾ ഇന്നെ പറ്റിച്ചല്ലേ, നമുക്ക് സെറ്റാക്കാം ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ കണ്ടൻറ്റ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ആരെയും ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ വ്ളോഗാണ് ചങ്ങായിൻ്റെ കഥ, അങ്ങനെയൊക്കെ തോന്നുന്നവർ തോന്നിക്കോട്ടെ. നമുക്ക് അങ്ങനെ പ്രശ്നം കേസ് തന്നെ അല്ല, കാണൂല കണ്ടാൽ മതി. ഇപ്പം നമ്മളെ ഫോണിലല്ലേ വ്ളോഗ് എടുക്കണേ, ആർക്കെങ്കിലും എന്തൊരു പ്രശ്നം ഉണ്ടോ? എനിക്ക് പ്രശ്നം ഉണ്ടോ? അവസ്ഥ അത്രേ ഉള്ളൂ. അതിൻ്റെ ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്താണ്ട് നമ്മളൊന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി തരും, ഒന്ന് സെറ്റാക്കി ഒന്ന് എല്ലാവരും ഇത് കാണി. നമ്മൾ നല്ല നല്ല കണ്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പെരി കുത്തിർന്നപ്പോൾ ഇന്ന് പെരുമായല്ലേ, ചെക്കന്മാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് പെരിയിൽ ആരുമില്ല. അപ്പോൾ പെരിയിൽ ഇങ്ങനെ കുത്തിർന്നപ്പോൾ നേരത്തെ പെരും വെള്ളയിനി. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ വെറുതെ ക്യാമറ ഓൺ ആക്കിയാണ്ട് ഇറങ്ങിയതാണ്. മൈക്കൊന്നും ഇല്ല ഇനി. അപ്പോൾ ഇപ്പം മുതൽ മൈക്ക് കിട്ടി ഇൻഷാല്ലാ. ഇനി നമ്മൾ നല്ല നല്ല വ്ളോഗുകളും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് റെഡിയാക്കി തരും. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അത് ഫോളോ ചെയ്യട്ടോ എല്ലാവരും. മാർക്കയിൽ തമീം സൈൻ അടിച്ചാൽ മതി, അപ്പോൾ വരും. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.